ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും കരുണയും സൗഖ്യവും നമ്മുടെ മുന്നിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പശ്ചാത്താപത്തെക്കുറിച്ചാണ് നാം ഇന്ന് ശ്രമിക്കുക. ഇന്നലെ മാനസാന്തരം എന്താണെന്നും അനുതാപം എന്താണെന്നും നമ്മൾ കണ്ടു. മാനസാന്തരത്തിന് വേണ്ടുന്ന പടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തേത് പാവത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. രണ്ടാമത്തേത് നമ്മളിന്ന് കാണുന്നത് പശ്ചാത്താപമാണ്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ചെയ്തുപോയ തെറ്റിനെക്കുറിച്ചുള്ള ദുഃഖവും പാപിയാണ് എന്നുള്ള ചിന്തയും. ഞാൻ ചെയ്തുപോയ തെറ്റിനെക്കുറിച്ചോർത്ത് ഈശോയുടെ മുമ്പിൽ ദുഃഖിക്കുന്നു. ഞാൻ അങ്ങയെയാണ് വേദനിപ്പിച്ചത്. 2, ഞാൻ പാപിയാണ് എന്നുള്ള ചിന്തയും. ഇങ്ങനെ ഉള്ള വ്യക്തികൾ പശ്ചാത്താപത്തിൽ മാത്രം ആയിരുന്നാൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. പശ്ചാത്താപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. നമ്മൾ ശുശ്രൂഷയുടെ മേഖലകളിൽ ചിലവരോട് ചോദിക്കാറുണ്ട്, സ്വർഗത്തിൽ പോകുമോ? ഇല്ല, അവിടെ വരെ ഒന്നും പോകാനുള്ള യോഗ്യതയില്ല. ചിലപ്പോൾ ശുദ്ധീകരണ സ്ഥലം കിട്ടിയേക്കും. ഒരുപക്ഷെ എളിമ കൊണ്ടായിരിക്കാം അവർ പറയുന്നത്. മറ്റൊരു കോണിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ചെയ്ത പാവത്തെക്കുറിച്ചുള്ള ദുഃഖം അവരുടെ ഉള്ളിലുണ്ട്. ആ പാവത്തെക്കുറിച്ചുള്ള ചിന്തയും ആയി അവർ നടക്കുകയാണ്. അതുകൊണ്ട് പാവം ചെയ്തു പോയതുകൊണ്ട് സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് അവരുടെ മനസ്സ് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇത് തെറ്റായ ഒരു ചിന്തയാണ്. പാപം ചെയ്താൽ പാപികളെ രക്ഷിക്കാനാണ് ഈശോ മിശിഹ കടന്നു വന്നത്. നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് ഈശോ വന്നത്, അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടി. പാപം ചെയ്ത ഏവർക്കും വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ ബലിയായി തീർന്നത്, ഉദ്ധിതനായത്, ഇന്ന് നമ്മുടെ ഒപ്പം ആയിരിക്കുന്നതും. അതുകൊണ്ട് പാവത്തെക്കുറിച്ചുള്ള ദുഃഖമുണ്ടാകാം, നല്ലതാണ്. പാപിയാന്നുള്ള ചിന്തയും നല്ലതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിക്കണം. മാനസാന്തര അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പശ്ചാത്താപം ചില വ്യക്തികളെ കുറ്റബോധത്തിലേക്ക് നയിക്കും. എനിക്ക് രക്ഷയില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി. നമുക്ക് രക്ഷയുണ്ട്, തിരിച്ചറിയണം. നീ ഈശോയിലേക്ക് തിരിഞ്ഞാൽ മാത്രം മതി, ഈശോയോട് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. മാനസാന്തരത്തിലേക്ക് നമ്മൾ കടന്നു വരണം. സ്നേഹമുള്ളവരെ, നമ്മൾ ഏതെങ്കിലും പാപം നമ്മളെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവികമല്ല എന്ന് തിരിച്ചറിയുക. കുറ്റബോധത്തിലേക്ക് പോയ യൂദാസിനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈശോയിലേക്ക് തിരിഞ്ഞാൽ യൂദാസിനും രക്ഷയുണ്ടായേനെ. നമ്മൾക്ക് നമ്മുടെ പാപം പൂർണ്ണമായും പാപത്തെക്കുറിച്ചോർത്ത് ദുഃഖിച്ചുകൊണ്ട് പാപി എന്നുള്ള ബോധ്യത്തോടു കൂടി ഈശോയുടെ പക്കലേക്ക് നമുക്ക് തിരിയാം. സ്നേഹനാഥനെ ഈശോയെ, പശ്ചാത്താപത്തിലായിരിക്കുന്ന മക്കളെ മാനസാന്തരത്തിലേക്ക് അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ഒരു അനുഭവവും അഭിഷേകവും അവരുടെ മേലുണ്ടാകട്ടെ. പാപിയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈശോ അങ്ങേക്കെതിരാണ് പാപം ചെയ്ത് ഞങ്ങൾ വിചാരിക്കുന്നു. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 3 മുതൽ 13 മുതലുള്ള തിരുവചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ അവനെ പീഡിപ്പിക്കുകയും നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് കരുണ ലഭിച്ചു. തുടർന്ന് പറയുന്നു, എൻ്റെ അറിവില്ലായ്മയിൽ ആണ് ഞാനിത് പ്രവർത്തിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ക്രിസ്തുവിനെ അറിയാതെ ചില ഇസങ്ങളുടെ പിന്നാലെ ഓടുന്നവരുണ്ട്, ചില വ്യവസ്ഥിതികളുടെ പിന്നാലെ ഓടുന്നവരുണ്ട്. അവർ ക്രിസ്തുവിനെ ശരിക്കും അറിഞ്ഞിട്ടില്ല.
അതെ, നിനക്കും ഈശോയിൽ രക്ഷയുണ്ട് തിരിച്ചറിയുക. പശ്ചാത്താപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈശോ നിന്റെ മേൽ കരുണ വർഷിക്കും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. എൻ്റെ ദൈവസ്നേഹ മക്കളെ, നമ്മൾക്ക് ഇപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ അറിവില്ലായ്മയിൽ ഈശോയെ നീ കടന്നു വന്ന് എൻ്റെ മേൽ നീ കരുണ കാണിക്കണമേ. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ കരുണ കാണിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവ് ഞങ്ങൾക്കൊണ്ട് പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.